കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ സ്വകാര്യ സ്കൂൾ അടച്ചുപൂട്ടാൻ ഭരണകൂടം. തുടർ നടപടിയുടെ ഭാഗമായി ഉടൻ സ്കൂളിന്റെ ലൈസൻസ് റദ്ദാക്കാനും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ്. തുടർച്ചയായുള്ള ഇറാന്റെ ആക്രമണങ്ങളാണ് ഇതിനു പിന്നിലെന്നാണ് റിപ്പോർട്ട്. ഓരോ ദിവസവും പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ വഴിത്തിരിവുകളിലേക്ക് കടക്കുകയാണ്. നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. അടിക്കടിയുണ്ടാകുന്ന കുവൈറ്റിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണങ്ങളും അത് പ്രതിരോധിക്കാനുള്ള കുവൈറ്റിലെ നീക്കങ്ങളും മേഖലയിൽ സംഘർഷ സാഹചര്യം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രാദേശിക സുരക്ഷ മുൻനിർത്തി കുവൈറ്റ് കടുത്ത തീരുമാനങ്ങളാണ് ഓരോ ദിവസവും എടുക്കുന്നത്. ഇപ്പോഴിതാ കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ സ്വകാര്യ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. തുടർ നടപടിയുടെ ഭാഗമായി ഉടൻ സ്കൂളിന്റെ ലൈസൻസ് റദ്ദാക്കാനും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ്. തുടർച്ചയായുള്ള ഇറാന്റെ ആക്രമണങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് തന്നെയാണോ കാരണമെന്ന് വ്യക്തമല്ല. മന്ത്രാലയത്തിന്റെ ഈ കടുത്ത നടപടി എടുത്തിരിക്കുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ ജനറൽ അഡ്മിനിസ്ട്രേഷൻ സമർപ്പിച്ച പ്രത്യേക റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. മാത്രമല്ല, ഈ ഉത്തരവിലൂടെ രാജ്യത്തെ സ്വകാര്യ വിദ്യാഭ്യാസ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക, ഓരോ വിദ്യാലയങ്ങളും അവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ ഈ മാറ്റത്തിലൂടെ പൊതുതാൽപര്യം സംരക്ഷിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഗുണനിലവാരവും ക്രമസമാധാനവും നിലനിർത്തുക എന്നിവ കൂടെ ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നു. അതായത് 2026-27 അധ്യയന വർഷം മുതൽ പുതിയ വിദ്യാർത്ഥികളെ ഇവിടെ പ്രവേശിപ്പിക്കരുത്. നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ മാറ്റാനും അറിയിക്കും. നിലവിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ അവരെ മറ്റ് വിദ്യാലയങ്ങളിലേക്ക് മാറ്റാനും രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ നടപടികൾ സുഗമമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് ആവശ്യമായ ഏകോപനങ്ങൾ നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.